السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ അഥവാ അസ്മാഉൽ ഹുസ്ന, ആ നാമങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് അതിലൂടെ നാം ഗ്രഹിച്ചിരിക്കേണ്ടുന്ന വിശ്വാസ പാഠങ്ങളാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന പുതിയ പഠന പരമ്പരയിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഏറ്റവും പ്രധാനമായ നാമം അല്ലാഹു എന്നത് തന്നെ എന്നും, ശേഷം റഹ്മാൻ, റഹീം ഇവയാണ് മുമ്പ് വിശദീകരിച്ചത്. മറ്റു ചില നാമങ്ങളുടെ അർത്ഥവും വിശദീകരണങ്ങളുമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ അവനെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും, അല്ലാഹുവിനോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാനും, അവൻ്റെ പൊരുത്തം അതിലൂടെ നേടിയെടുക്കുവാനും സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ മറ്റൊരു നാമമാണ് അൽ മലിക്. മലിക് എന്നും അതുപോലെ തന്നെ അൽ മാലിക്, അതുപോലെ മലീക് ഏതാണ്ട് സമാനമായ അർത്ഥവും ആശയങ്ങളും അടങ്ങിയ മൂന്ന് നാമങ്ങളാണ്. മലിക്, അതുപോലെ മാലിക്, അതുപോലെ മലീക്, ഈ മൂന്നും അല്ലാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടതാണ്. എന്താണ് മലിക്കും മാലിക്കും മലീക്കുമൊക്കെ? പരമാധികാരിയായ രാജാതിരാജൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാഹു മലിക്കാണ്, അവൻ മാത്രമാണ് മാലിക്, അവൻ മാത്രമാണ് മലീക്. സർവത്തിൻ്റെയും അധിപതിയായ രാജാതിരാജനായ ഏറ്റവും വലിയ അധികാരത്തിൻ്റെ ഉടമയാണ് അല്ലാഹു എന്നതാണ് ആ നാമങ്ങൾ അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. മഹാനായ ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നു, അൽ മലിക് അല്ലദീ ലാ മലിക ഫൗഖഹു വലാ ശൈഅ ഇല്ലാ ദൂനഹു. അദ്ദേഹത്തിന്റെ ജാമിഉൽ ബയാനിൽ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, അൽ മലിക്, മലിക് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ മലിക ഫൗഖഹു,
അവന്റെ മീതെ പിന്നൊരു രാജാവില്ല. വലാ ശൈഅ ഇല്ലാ ദൂനഹു, ഏതൊരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല, ലോകത്തില്ല, ഇല്ലാ ദൂനഹു, അവന്റെ താഴെയല്ലാതെ. അവ എല്ലാത്തിന്റെയും മേലെയുള്ള അധികാരി, രാജാധിരാജൻ, അതാണ് അൽ മലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സൂറത്തുൽ ഹശ്റിൽ 23-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നു, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്. ധാരാളം സ്ഥലത്ത്, 5 സ്ഥലത്ത് അൽ മലിക് എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാലിക് എന്ന പ്രയോഗം 2 സ്ഥലത്ത് മാത്രമാണുള്ളത്. ഒന്ന് നമുക്ക് പരിചയമുള്ള സൂറത്തുൽ ഫാത്തിഹ, മാലിക് യൗമിദ്ദീൻ. മലീക് എന്ന പ്രയോഗം ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് വന്നത്. അത് സൂറത്തുൽ ഖമറിലാണ്. അതിന്റെ അവസാന ഭാഗത്ത് അൽ മലീക് എന്ന് കാണാം. ഇന്ദ മലീകിൻ മുഖ്തദിർ ഫീ മഖ്അദി സിദ്ഖിൻ ഇന്ദ മലീകിൻ മുഖ്തദിർ എന്ന് അല്ലാഹു പറഞ്ഞു കാണാം. ഈ ആശയങ്ങളിലെല്ലാം, ഈ വാക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മാത്രം അധികാരം, അവന്റെ കയ്യിലാണ് അധികാരമുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവന്റെ കയ്യിലാണ് ആധിപത്യം. ഏതൊരുത്തന്റെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ അനുഗ്രഹീതനായിരിക്കുന്നു, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അതേപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളുടെ ആധിപത്യം അവന് മാത്രമാകുന്നു. അവൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള രാജാവ്. യുഹ്യി വയുമീതു, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും അവൻ കഴിവുറ്റവൻ തന്നെ. ഈ അധികാരത്തിന്റെ എല്ലാ, ലോകത്ത് പല അധികാരികളുമുണ്ട്, പല രാജാക്കന്മാരുമുണ്ട്, പല നേതാക്കന്മാരുമുണ്ട്, പല സ്ഥാനങ്ങൾ കൈയാളുന്നവരുമുണ്ട്. എല്ലാ രാജാക്കന്മാരുടെയും രാജത്വവും അധികാരവും ഒക്കെ അല്ലാഹു നൽകിയതാണ്. അതവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നൽകും. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവന് തിരിച്ചെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ പടച്ചതമ്പുരാൻ മലിക്കാണ്, മാലിക്കാണ്, മലീക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അവന്റെ അധികാരം ഒരു കാലത്തും നഷ്ടപ്പെടുന്ന അധികാരമല്ല. ഒരാൾക്കും അവന്റെ മുലൂക്കിയത്തിന്, അവന്റെ രാജാധികാരത്തെ ചോദ്യം ചെയ്യാനാവില്ല. അവനെ ഏതെങ്കിലും രൂപത്തിൽ ആർക്കെങ്കിലും പരാജയപ്പെടുത്താനാവില്ല. സർവാധിരാജനാണവൻ, സർവാധിപതിയാണവൻ. അവന്റെ രാജത്വത്തിൽ ഒരു കാലത്തും ഒരു കുറവും വരുത്താൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ അധികാരങ്ങളും ആർക്കെങ്കിലും അവിടെവിടെയായി വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിങ്കൽ എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഖുൽ, നബിയെ പറയുക, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. നബിയെ പറയുക, പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവേ. ആരാണ് അല്ലാഹു? മാലിക്കൽ മുൽക്ക്, സർവാധിപത്യത്തിന്റെയും ഉടമയാണവൻ. എല്ലാ മുൽക്കിന്റെയും എല്ലാ അധികാരത്തിന്റെയും ഉടമ അവനാണ്. അവൻ നൽകിയതല്ലാത്തൊരധികാരം ഒരാൾക്കുമില്ല. തുഅ്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജത്വം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് രാജത്വത്തെ നീ ഊരിയെടുക്കുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുകയും ചെയ്യുന്നു. ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ നന്മയുമുള്ളത്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനല്ലയോ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിനോട് പറയാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാമമാണ് അവൻ മലിക്കാണ്, മാലിക്കാണ്, മലീക്കാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്റെ നാഥനാണ് യഥാർത്ഥത്തിലുള്ള അധികാരി എന്നറിയുകയാണ്.
എന്റെ നാഥനാണ് യഥാർത്ഥത്തിൽ ആധിപത്യമുള്ളവൻ എന്നറിയുകയാണ്. ആ എല്ലാ രൂപത്തിൽ ഇവിടെ ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതൊന്നും നിലനിൽക്കുന്നതല്ല, അതൊന്നും ശാശ്വതമല്ല, എല്ലാം പോരായ്മകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ ഇവിടെ ഉടമാവകാശമുള്ളൂ. ഇവിടെ ലോകത്ത് ആർക്കും ഒന്നിനും നമുക്കൊരു കാര്യവും ചെയ്തു തരാൻ കഴിയൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കക്ഷികളോടല്ല പറയുന്നു, ഖുൽ ദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സഹായികളെന്ന്, നിങ്ങളുടെ ആരാധ്യരെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. അവർക്കൊന്നും ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള ഉടമാവകാശമില്ല, അവരൊന്നിനെയും ഉടമപ്പെടുത്തിയിട്ടില്ല. ലാ യംലികൂന, അവർക്ക് മിൽക്കില്ല, അവർക്ക് ഒരു അധികാരവും അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും നിലക്ക് സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേപോലെ തന്നെ ശുദ്ധ ഖുർആൻ പറയുകയാണെന്ത്, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല മിൻ ഖിത്മീർ, ഒരൽപ്പം പോലും, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ അത്ര പോലും അവർ യാതൊന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഈ നിലക്ക് കൃത്യമായി അവനെ മാലിക്കുള്ളൂ, അവനെ മലീക്കുള്ളൂ, അവനാണ് മലിക്ക് എന്ന് വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കേണ്ട ഏത് നിലക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഔദാര്യത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള ഭരണാധികാരികൾ അവരിവിടെ കിട്ടിയ അധികാരത്തിന്റെ പേരിൽ ഹുങ്ക് നടിക്കുകയാണ്, അവരഹങ്കാരം കാണിക്കുകയാണ്. മറിച്ച് അല്ലാഹു നൽകിയ അധികാരത്തിന്റെ തണലിൽ തങ്ങളുടെ കീഴിലുള്ള പ്രജകളോട് വിനയവും അതുപോലെ തന്നെ നീതിയും സ്നേഹവും കരുണയും കാണിക്കുകയായിരുന്നു മനുഷ്യൻ വേണ്ടിയിരുന്നത്. പക്ഷേ പടച്ചതമ്പുരാന്റെ രാജത്വത്തിൽ നിന്നൊരൽപ്പം കിട്ടിയപ്പോഴേക്ക് അഹങ്കാരം നടിച്ച ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ആ അധികാരത്തിന്റെ മറവിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ പോലും ചോദ്യം ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഫിർഔനിന്റെ ചരിത്രം. അവന് കിട്ടിയ അധികാരം, അതുപോലെ തന്നെ മനുഷ്യന് കിട്ടുന്ന ധനം, മനുഷ്യന് കിട്ടുന്ന ഭൂമിയും പറമ്പുമൊക്കെ, മനുഷ്യന് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ഒരു നിലക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അധികാരങ്ങളാണ്. അവയുടെ പേരിൽ മനുഷ്യൻ അഹങ്കരിക്കാൻ അർഹതയില്ല. കാരണം അതൊന്നും അവന്റേതല്ല. ഏത് രാജാവും ഏത് ഭരണാധികാരിയും ഏത് സ്ഥാനം കൈയാളുന്നവരും മനസ്സിലാക്കേണ്ടതുണ്ട്, എന്റെ മേലെ മലിക്കായിട്ട് അല്ലാഹുവുണ്ട്, മാലിക് അവനാണ്, മലീക്ക് അവനാണ്. ആ വിശ്വാസം അവന്റെ മനസ്സിൽ വിനയത്തെ കൂടുതലായി ഉണ്ടാക്കി തീർക്കും. ഫിറൗൻ എന്ത് ചെയ്തു? അവൻ വിനയം കാണിക്കുന്നതിന് പകരം അവൻ തന്റെ ജനതയുടെ മുമ്പിൽ പ്രഖ്യാപിച്ചതെന്താണ്? വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. വിനയം കാണിക്കേണ്ടതിന് പകരം ഫിറൗൻ, പടച്ചതമ്പുരാനാണ് രാജാതിരാജൻ, അവന്റെ അധികാരത്തിൽ നിന്നൊരൽപ്പം കിട്ടിയപ്പോഴേക്ക്, അധികാരം ഒരൽപ്പം അല്ലാഹു അവനൊന്ന് നൽകിയപ്പോഴേക്ക് വനാദാ ഫിർഔനു ഫീ ഖൗമിഹി, ഫിറൗൻ അവന്റെ ജനതയിൽ പ്രഖ്യാപിച്ചു, അവൻ വിളംബരം നടത്തി. എന്താ അവൻ പറഞ്ഞത്? അവൻ പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്റ, ഈ ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലയോ? ഈ നാടിന്റെ അധികാരം മുഴുവൻ എനിക്കാ, ഞാനാ അവിടുത്തെ എല്ലാം എന്റേതാണിത്. തീർന്നില്ല, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇതാ ഈജിപ്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നൈൽ നദി എനിക്ക് താഴെ കൂടിയല്ലേ ഒഴുകുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ട് ഞാനാണ് ഇവിടെ എല്ലാം എന്ന അഹങ്കാരം പറഞ്ഞു അവൻ. മാത്രല്ല ശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫഹസറ, അവൻ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി. ഫനാദ, എന്നിട്ടവൻ വിളംബരം നടത്തിയെന്ന് അവൻ പ്രഖ്യാപിച്ചു. ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് വരെ പറയാൻ അവൻ ധിക്കാരം കാണിച്ചു. എന്താ സംഭവിച്ചത്? അവൻ അവന്റെ ആളുകളെയൊക്കെ, ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി അവനെ കീഴ്പ്പെടുത്തി. فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين فلما آسفونا انتقمنا منهم فأغرقناهم أجمعين. അവനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഫസ്തഖഫ ഖൗമഹു, അവൻ അവന്റെ ജനങ്ങളെ വിഡ്ഢികളാക്കി.
ആ വിഡ്ഢികളായ ജനത ആലോചിക്കാതെ ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവനനുസരിച്ചു ജീവിച്ചു. അത് കാരണത്താൽ ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, അവരൊരു ധിക്കാരികളായ തെമ്മാടികളായ ആൾക്കാരായിരുന്നു അവന്റെ അനുയായികളും. അങ്ങനെ അല്ലാഹു പറയുന്നു, ഫലമ്മാ ആസഫൂന, അവർ നമ്മെ കോപിപ്പിച്ചപ്പോൾ, അവർ നമ്മെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ, ഫിറൗനും അവന്റെ ആൾക്കാരും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ എന്റെ കോപത്തിന് വിധേയമായപ്പോൾ, ഇൻതഖംനാ മിൻഹും, നാം അവരോട് പ്രതികാര നടപടിയെടുത്തു. എന്താ ചെയ്തത്? ഫഅഗ്റഖ്നാഹും അജ്മഈൻ, അവരെ മുഴുവൻ എണ്ണം, ഒരെണ്ണം ബാക്കിയില്ലാതെ നാം മുക്കി നശിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ, പടച്ചതമ്പുരാനെ നന്നായി ഭയപ്പെടുന്ന കക്ഷികൾക്കും ആളുകൾക്കൊക്കെ ഇതിൽ വലിയ ഗുണപാഠം തന്നെയുണ്ടല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ മുലൂക്കിയത്ത് ഞാനാണ്, എനിക്കാണത് എന്ന് വാദിച്ച ആളുകളൊന്നും എത്ര വലിയ നേതാക്കന്മാരായിരുന്നാലും വലിയ വലിയ രാജാക്കന്മാരായിരുന്നാലും നിലനിന്നിട്ടില്ല. ഏതിന്റെ പേരിൽ പവർ നടിച്ചവനും, പണത്തിന്റെ പേരിലായാലും അധികാരത്തിന്റെ പേരിലായാലും സ്ഥാനമാനങ്ങളുടെ പേരിലായാലും സ്വത്തിന്റെയും മറ്റുള്ള അധികാരങ്ങളുടെയൊക്കെ പേരിൽ മേൽനടിച്ചവരൊന്നും ലോകത്തിൽ സുഖകരമായ ഒരു അന്തരീക്ഷം അവർക്കുണ്ടായിട്ടില്ല. അപ്പൊ വിശ്വാസി, എന്റെ നാഥന്റെ നാമമാണ് മലിക്, ഞാൻ അബ്ദുൽ മലിക്കാണ്, അല്ലെങ്കിൽ ഞാൻ അബ്ദുൽ മാലിക്കാണ്, ഞാൻ മാലിക്കല്ല, ഞാൻ അബ്ദുൽ മാലിക്കാണ്, അല്ലെങ്കിൽ ഞാൻ അബ്ദുൽ മലീക്കാണ്. എന്റെ നാഥനാണ് എല്ലാത്തിനും അധികാരമുള്ളത്. അള്ളാഹുവിന്റെ മഹത്വമേറിയ ആ അധികാരത്തെ ഒരാൾക്കും ഒരു കാലത്തും ഏതെങ്കിലും ഒരവസ്ഥയിൽ മാറ്റിമറിക്കാൻ സാധ്യമല്ല. ആ നിലക്കുള്ള ഒരു നിലക്കും ഒരാളെ കൊണ്ടും കീഴ്പ്പെടുത്താൻ കഴിയാത്ത മലിക്കും മാലിക്കും മലീക്കുമാകുന്നു എന്റെ നാഥൻ എന്നാണ് പടച്ചതമ്പുരാൻ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഈ നാമങ്ങളിലൂടെ വിശ്വാസി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, രാജാതിരാജൻ എന്ന് ഒരു സൃഷ്ടിയെക്കുറിച്ചും പറയാൻ പാടില്ല. മാലിക്കുൽ മുലൂക്ക്, മാലിക്കുൽ മുലൂക്ക് എന്ന് ലോകത്ത് ഒരു രാജാവിനെ കുറിച്ചും പറഞ്ഞുകൂടാ. ഷാഹിൻ ഷാഹ് എന്ന് പറഞ്ഞുകൂടാ. ഷാഹിൻ ഷാഹ്, രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞുകൂടാ. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അതുപോലെ തന്നെ സഹീഹായ മറ്റ് ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും, അഖ്നഉൽ അസ്മാഇ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട പേര് ഒരാൾ മലിക്കുൽ അംലാഖിന് പേര് വെക്കലാണ്. മലിക്കുൽ അംലാഖ് എന്ന് പേര് വിളിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിക്കും അംഗീകരിച്ചു കൊടുക്കാത്ത സംഗതിയാകുന്നു എന്ന് സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന നാമമാണ്. ഒരാളുടെ പേരിലും അത് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞത്, ലൈസ ഖാദിൽ ഖുലാത്ത്, ഖാദി ഖുലാത്ത് എന്നും ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല. എല്ലാ ജഡ്ജികളുടെയും മേലുള്ള ജഡ്ജി അത് അള്ളയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് ഒരാൾക്ക് ഖാദിൽ ഖുലാത്താണ് എന്ന് പറയാൻ പാടില്ല. സുൽത്താനുസ് സലാത്തീനാണ്, രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറയാൻ പാടില്ല. ഫഇന്ന ദാലിക ലൈസ ലിഅഹദിൻ, ഒരാൾക്കും അത് അവകാശപ്പെടാനില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ അധികാരം ഈ ലോകത്തും നാളെ പരലോകത്തും പടച്ചതമ്പുരാനാണുള്ളത്. ലോകത്ത് എത്ര വലിയ രാജാക്കന്മാരാണെങ്കിലും ഏത് രൂപത്തിൽ അധികാരം കിട്ടിയവരാണെങ്കിലും നിമിഷനേരം കൊണ്ട് അവർ വിചാരിക്കാത്ത അവസരങ്ങളിൽ അവരുടെ കസേരകൾ തെറിച്ചു പോയിട്ടുണ്ട്. ഇന്നത്തെ രാജാവ് നാളത്തെ തെണ്ടിയായി മാറിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയില്ലേ, ലോകത്തെ ഞെട്ടിവിറപ്പിച്ചൊരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു രാജ്യം ഭരിച്ചിരുന്ന, കിസ്റായുടെ രാജ്യം ഭരിച്ചിരുന്ന ആ ചങ്ങാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ, അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നോളൂ, മുസ്ലിമായിക്കൊള്ളൂ എന്നുള്ള കൃത്യമായി പ്രവാചകന്റെ ഒരു കത്ത് കിട്ടിയപ്പോൾ ആ കത്തിനെ പരിഹസിച്ചത് പിച്ചിക്കീറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ദഅവത്തിന്റെ സന്ദേശത്തെ മാനിക്കാതെ തന്റെ രാജാധിപത്യത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് മുഹമ്മദ് എന്നോട് ഉപദേശിക്കാൻ അവൻ ആരാണ്, ഞാൻ ഈ രാജ്യത്തിലെ രാജാവല്ലയോ എന്ന് മേൽനടിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്റെ വശം കൊടുത്തയച്ച ഒരു കത്ത് ഈ രാജാവ് കീറിക്കളഞ്ഞ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞപ്പോൾ ഈ വിഷയം കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുപോയി അവിടുത്തെ തിരുനാവ് കൊണ്ട്, മസ്സഖല്ലാഹു മുൽക്കഹു, മസ്സഖല്ലാഹു മുൽക്കഹു, അവന്റെ രാജാധിപത്യത്തെ അല്ലാഹു പിച്ചിക്കീറട്ടെ. ഒരൊറ്റ ദുആയാണ്. ഒരു രാത്രി 24 മണിക്കൂറിനകം ഒരിക്കലും വിചാരിക്കാത്ത ആഭ്യന്തര കലഹം കൊട്ടാരത്തിൽ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവൻ വധിക്കപ്പെടുകയാണ്. സ്ഥാനം മറ്റൊരാൾ കയ്യേറുകയാണ്.
ഇത്രയുള്ളൂ. ലോകത്തുള്ള ഏറ്റവും വലിയ ഏത് രാജാക്കന്മാരുടെയും സ്ഥിതി ഇത്രയുള്ളൂ. ഏത് രാജാവിനും ഭയത്തോടുകൂടിയല്ലാതെ ഭരിക്കാൻ കഴിയില്ല. മാലിക്കുൽ മുലൂക്കായ മലിക്കുൽ ജബ്ബാറായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ഏത് ലോകത്തും അങ്ങനെ തന്നെയാണ്. ഇനി നാളെ പരലോകത്ത് സർവ്വ രാജാക്കന്മാരും ധിക്കാരികളും തെമ്മാടികളും പോക്കിരികളും എല്ലാവരും കൂടി ഒരുമിച്ചിങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഈ ലോകത്തുള്ള ഏതെങ്കിലും രാജാവിന് നാക്ക് പൊന്തുമോ? വലിയ ധിക്കാരിയായിരുന്നല്ലോ ഫറോവ, അവന് നാവനങ്ങുമോ? ആർക്കെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അവിടെ വെച്ച് പടച്ചതമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഹദീസിൽ കാണാം. സഹീഹായ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, യത്വില്ലാഹു അസ്സ വജല്ല സമാവാതി യൗമൽ ഖിയാമ, ആകാശങ്ങളെ മുഴുവൻ അല്ലാഹു അവന്റെ കൈപിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. സുമ്മ യഖുദുഹുന്ന ബിയദിഹിൽ യുംനാ, അവന്റെ വലത് കൈ കൊണ്ട് ആകാശങ്ങളെ മുഴുവൻ അവൻ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. എങ്ങനെയത് നമുക്കറിഞ്ഞൂടാ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ നിഷ്പ്രയാസം. എന്നിട്ട് അവൻ പറയും ഇവിടുന്ന്, അനൽ മലിക്, ഞാനാണോ രാജാവ്, ഐനൽ ജബ്ബാറൂൻ, ധിക്കാരികളെവിടെ, ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കാരവും മേനിയും നടിച്ച എല്ലാ പോക്കിരികളെ നിങ്ങളൊക്കെ എവിടെ പോയി? എന്നിട്ട് അല്ലാഹു ഭൂമിയെ അവന്റെ അടുത്ത് കൈകൊണ്ട് ചുരുട്ടി പിടിക്കും. എന്നിട്ട് അവൻ പറയും, അതേ ചോദ്യം തന്നെ, അനൽ മലിക്കു ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. ഏതെങ്കിലും ഒരു ഫിറോനോ ഏതെങ്കിലും ഒരു ധിക്കാരോ, എത്ര വലിയ ധിക്കാരികളും തെമ്മാടികളും ഹിറ്റ്ലർമാരും വലിയ വലിയ ലോക പോലീസുമാരും ഒക്കെ കഴിഞ്ഞുപോയി. ആരെങ്കിലും അവിടെ മിണ്ടണ്ടേ? ആർക്കെങ്കിലും അവിടെ സംസാരിക്കാൻ കഴിയോ? പടച്ചതമ്പുരാന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, എല്ലാ ശബ്ദങ്ങളും പരമകാരുണികന്റെ മുമ്പിൽ പതുങ്ങിപ്പോയി. ഒരൊറ്റ കുട്ടിക്ക് നാക്ക് പൊന്തണ്ടേ? വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി, പരമകാരുണികന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും പതുങ്ങിപ്പോയിരിക്കുന്നു. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, ഒരു നേരിയ ചലനത്തിന്റെ ശബ്ദമല്ലാതെ, അങ്ങ് നേരിൽ കാലക്കെടുത്തേക്കുന്ന ഒരു ചെറിയ ശബ്ദമല്ലാതെ ഒന്നും കേൾക്കാനില്ല. അവിടെ വെച്ച് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണോ ഇന്നത്തെ അധികാരം? ആരെങ്കിലും പറയണ്ടേ ഞാനാണ്? അല്ലാഹു തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദും ഖഹാറുമായ അല്ലാഹുവിന് തന്നെ. വാഹിദ് അവന്റെ ഒരു പേരാണ്, ഖഹാർ അവന്റെ ഒരു പേരാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുമ്പോൾ അതിന്റെ ആശയം നമുക്ക് പറയാം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രത്യേകമായ ലോകത്ത് അവനാണ് അതിന്റെ ഉടമ. പറഞ്ഞല്ലോ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമയാകുന്നു അവൻ. ഈ നിലക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരു മനുഷ്യൻ, അവനാണ് രാജാവ്, അവനാണ് മലിക്കിന്നാസ് എന്ന് ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിലൂടെ അള്ളാഹുവിന്റെ ആ പേരവൻ അംഗീകരിക്കുന്നതിലൂടെ അവന്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? ഈ ലോകത്തുള്ള ഒരു രാജാവിനെയും ഞാൻ ഭയപ്പെടേണ്ടതില്ല. ഞാൻ ആത്യന്തികമായി ഭയപ്പെടേണ്ട എന്റെ മലിക്, എന്റെ മാലിക്, എന്റെ മലീക് അള്ളാഹു മാത്രമാകുന്നു. ലോകത്തുള്ള മറ്റുള്ളവരൊക്കെ അവന്റെ താഴെയാണ്, അടിമയാണ്. ആ വിശ്വാസം അതുപോലെ മറ്റൊരാളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അവന്റെ നാമത്തിൽ പങ്കുചേർക്കലായി അത് ശിർക്കിലേക്ക് ചെന്നെത്തിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നാം പരിശുദ്ധമാക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക. അവന്റെ ഓരോ നാമങ്ങളും നമ്മുടെ ഈ പഠന പരമ്പരയിലൂടെ വിശദീകരിക്കപ്പെടുമ്പോൾ ബഹുമാന്യരായ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഏത് നാമം കേട്ടാലും അതിന്റെ അർത്ഥം എന്തെന്ന് ഒറ്റവാക്കിൽ പറയാനും അതിന്റെ ആശയം എന്തെന്നൊരല്പ വിശദീകരണത്തോടുകൂടി പറയാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ മലിക്, മാലിക്, മലീക്, എല്ലാത്തിന്റെയും പരമാധികാരി, രാജാധിരാജൻ, സർവാധിരാജൻ എന്നൊക്കെ പറയാം. അതിന്റെ ആശയമാണ് ഈ വിശദീകരിച്ചത്. ഇനി അള്ളാഹു അവനെ കുറിച്ച് അൽ മലിക് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വിശദീകരിക്കുന്നത് എന്താണ്? അൽ ഖുദ്ദൂസ്. അൽ ഖുദ്ദൂസ് അള്ളാഹുവിന്റെ പേരാണ്. എന്താണ് അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ? അൽ മലിക്കിൽ ഖുദ്ദൂസ് സലാം എന്നിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ. രണ്ട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമമായി അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് നിങ്ങൾ സാധാരണ കേൾക്കുന്ന സൂറത്തുൽ ഹശ്റിലെ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന ഭാഗത്ത്, രണ്ടാമത്തത് സൂറത്തുൽ ജുമഅയുടെ ആദ്യ ഭാഗത്താണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ അസീസുൽ ഹകീം. രണ്ട് സ്ഥലത്താണ് അൽ ഖുദ്ദൂസ് എന്ന് അല്ലാഹു പറഞ്ഞത്. ഒറ്റ വാക്കിൽ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. എന്താണ് അൽ ഖുദ്ദൂസ്? പേരിടുന്നു
നമ്മൾ അബ്ദുൽ ഖുദ്ദൂസ്, ഖുദ്ദൂസിന്റെ അടിമകളാണ് നമ്മൾ. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപരിശുദ്ധൻ, പരമപരിശുദ്ധൻ അല്ലെങ്കിൽ മഹാപരിശുദ്ധൻ. അതാണ് അതിന്റെ ഒറ്റ വാക്കിലുള്ള ആശയം. ഇനി ഏതൊരു നിലക്കും എല്ലാവിധത്തിലുള്ള കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും പരിശുദ്ധൻ എന്നാണ് അതിന്റെ ഏകദേശമായ ഒരു ആശയം. വിശദീകരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പല രൂപത്തിലുള്ള വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഇമാം ബൈഹഖി അദ്ദേഹം പറയുകയാണ്, അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന അല്ലാഹുവിന്റെ ഈ ഇസ്മാഉൽ ഹുസ്നയിലെ ഒരു നാമമായ ഈ പ്രയോഗം എന്താ? അതിന്റെ അർത്ഥം ഹുവ ത്വാഹിറു മിനൽ ഉയൂബി അൽ മുനസ്സഹു അനിൽ ഔലാദി വൽ അംദാദ് വഹാദിഹി സിഫത്തുൻ യസ്തഹിഖുഹാ ബിദാതിഹി. ഹുവ ത്വാഹിറു, അവൻ പരിശുദ്ധനാണ്, മിനൽ ഉയൂബി, എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ പോരായ്മകളിൽ നിന്നും അവൻ പരിശുദ്ധനാണ്. അൽ മുനസ്സഹു അനിൽ ഔലാദി വൽ അംദാദി, മക്കളോ അതല്ലെങ്കിൽ അവന് തുല്യരായ ആളുകളോ അവന് സഹായികളോ അതല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആളുകളോ, അങ്ങനെ ഒരു സഹായിയുടെ ആവശ്യമല്ലാത്ത വണ്ണം മക്കളോ ഇണയോ തുണയോ ഇല്ലാത്ത എല്ലാ പോരായ്മകളിൽ നിന്നും പരിശുദ്ധനായ പരമപരിശുദ്ധൻ. അതാണ് അൽ ഖുദ്ദൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇബ്നുൽ ഖയ്യിം ഈ വിഷയം ഒരു പദ്യരൂപത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഹദാ വമിൻ ഔസാഫിൽ ഖുദ്ദൂസ് ദുൽ തൻസീഹി ബിത്തഅലീമി ലിർറഹ്മാനി. അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അൽ ഖുദ്ദൂസ്. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ തൻസീഹി, പരിശുദ്ധിയുടെ ഉടമയാണവൻ, പരിശുദ്ധിയുടെ ഉടമയാണ്. എല്ലാ നിലക്കും പരിശുദ്ധനും പരമപരിശുദ്ധനുമാകുന്നു അവൻ. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു പരമപരിശുദ്ധനാണ്, ഒരു പോരായ്മയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയാനില്ല. സൃഷ്ടികളോട് ഏതെങ്കിലും നിലക്കുള്ള സാദൃശ്യത്തിൽ നിന്നും അവൻ ശുദ്ധനാണ്. അള്ളാഹുവിനെ ഏതിനോടെങ്കിലും ഉപമിക്കാമോ? ഏതിനെങ്കിലും പോലെയാണ് അള്ളാഹു എന്ന് പറയാമോ? പാടില്ല. അതാണ് നമ്മുടെ അഖീദ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്ത് നിരന്തരം നമ്മൾ പറയുന്നതാണ്. അഖീദ പറയുമ്പോ ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അപ്പൊ അള്ളാഹു എല്ലാ നിലക്കും സൃഷ്ടികളോട് അവൻ വ്യത്യസ്തനാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദുൻ, അവന് തുല്യനായി ഒരാളും തന്നെയില്ല. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പരമപരിശുദ്ധിയെ കുറിച്ച് പറയുമ്പോ അവന്റെ വാക്കുകൾ പരിശുദ്ധമാണ്, അവന്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധമാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും ശുദ്ധമായതാണ് അവന്റെ സംസാരം, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായതാണ് അവന്റെ പ്രവർത്തനങ്ങൾ. അത് അല്ലാഹു തന്നെ ചോദിക്കുന്നു, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ, അല്ലാഹുവിനേക്കാൾ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നവൻ ആരുണ്ടോ? വമൻ അസ്ദഖു മിനല്ലാഹി ഖീലാ, വാക്കുകളിൽ സത്യസന്ധൻ അല്ലാഹയല്ലാതെ മറ്റാരുണ്ട്? എല്ലാ നിലക്കുമുള്ള സത്യസന്ധത, ഒരു നിലക്കും ഒരൽപ്പം പോലും ന്യൂനത കലരാത്ത മഹാപരിശുദ്ധിയുടെ പരമപരിശുദ്ധിയുടെ ഉടമയാകുന്നു അവൻ. ഇതാണ് ഖുദ്ദൂസ് എന്ന് പറയുന്ന ആ നാമത്തിന്റെ ആശയം. നമ്മൾ അവനെങ്ങനെ മഹത്വമേറിയ ആ നാമം കൊണ്ട് വർണ്ണിക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഈ നാമം, അതുപോലെ റുകൂഇൽ ഈ നാമം പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന വിഷയ പരമ്പരയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. റുകൂഇലും സുജൂദിലും പ്രവാചകൻ പറയാറുണ്ടായിരുന്ന ധാരാളക്കണക്കിന് പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും. ആ കൂട്ടത്തിലിതാ ഈ നാമം പ്രത്യേകം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥന പറയാറുണ്ടായിരുന്നു. അത് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ റുകൂഇഹി വസുജൂദിഹി സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ റുകൂഇലും സുജൂദിലും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള സുബ്ഹാൻ റബ്ബിയൽ അളീം, സുബ്ഹാൻ റബ്ബിയൽ അഅല, ഇതും കൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ, സുബ്ബൂഹ് അത് അവന്റെ വേറൊരു നാമാണ്. അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാം. അത് തന്നെയാണ് ഏതാണ്ടാശയം. പരമപരിശുദ്ധനാണ്, വാഴ്ത്തപ്പെടുന്നവനാണ്. ഖുദ്ദൂസ് മഹാപരിശുദ്ധൻ.
റബ്ബുൽ മലായികത്തി വറൂഹി, മലായികത്തുകളുടെയും പ്രത്യേകിച്ച് ജിബ്രീലിന്റെയും റബ്ബ്. ഇത് നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഒരു പ്രയോഗമാണ്. ഇത് റുകൂഇലും പറയാം, സുജൂദിലും പറയാം എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പറയാനും പഠിക്കാനൊക്കെ എളുപ്പമാണ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. അപ്പോ മഹാപരിശുദ്ധനൊക്കെ ആശയം വരണം, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആശയം വരണം. ഇപ്പോൾ നമ്മൾ ദിക്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ജനങ്ങളെ അറിയുക, വിശ്വാസികളുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുണ്ടാകുന്ന കാറ്റും കോളും അടങ്ങുന്നത്, തിരയടങ്ങുന്നത്, സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമത്രേ. അതിങ്ങനെ അർത്ഥവാശയം അറിയാതാവുമ്പോൾ അത് കിട്ടൂല. ഓരോന്നും ചെല്ലുമ്പോഴും അതിന്റെ ആശയം അറിയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അള്ളാഹുവിന്റെ ഈ നാമം ഒരു പ്രാർത്ഥനയിൽ പ്രവാചകൻ പ്രയോഗിച്ചതാണ് ഈ കണ്ടത്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. അതേപോലെ ഇതേ ആശയം അൽ ഖുദ്ദൂസ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയാറുണ്ടായിരുന്ന മറ്റൊരു രംഗം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ വിത്രി ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ് فإذا سلم قال سبحان الملك القدوس 3 مرات. സാധാരണ ഇക്കാലുകളും ചെയ്യാറുള്ള ഒരു സുന്നത്തായിരിക്കും. അല്ലാഹുവിന്റെ റസൂല് വിത്ർ നമസ്കരിക്കുന്ന അവസരത്തിൽ അവസാനത്തെ 3 റക്അത്തിന്റെ കാര്യം പറയുന്നു. അദ്ദേഹത്തിൽ സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പാരായണം ചെയ്യും. രണ്ടാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് പാരായണം ചെയ്യും. മൂന്നാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യും. എന്നിട്ട് ഫഇദാ സല്ലമ, അവസാനം ആ റക്അത്തിൽ നിന്ന് റസൂൽ സലാം വീട്ടി കഴിഞ്ഞാൽ, സലാം വീട്ടിയ ഉടനെ നബി വിത്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ റസൂലുള്ള 3 തവണ പറയാറുണ്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. എത്ര പരിശുദ്ധനാണ് രാജാതിരാജനായ പരമപരിശുദ്ധൻ, പരമപരിശുദ്ധൻ, അവൻ എത്ര വലിയ മഹാനാണ് എന്നൊക്കെയുള്ള ആശയം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അപ്പോ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ അർത്ഥം മഹാപരിശുദ്ധൻ, പരമപരിശുദ്ധൻ. ഒരു പോരായ്മയും എന്റെ റബ്ബിനില്ല. എന്റെ റബ്ബ് എല്ലാ ന്യൂനതകളിൽ നിന്നും ഒരു കോട്ടങ്ങളും ഇല്ലാത്തവനാണ്, മഹാപരിശുദ്ധനാണ്. അവന്റെ വാക്കുകൾ ശുദ്ധമാണ്, പ്രവർത്തനങ്ങൾ ശുദ്ധമാണ്. ഒന്നിലും ഒരാൾക്കും എന്തെങ്കിലും ഇനി അവന്റെ പടപ്പത്തര അവൻ ഏതെങ്കിലും സൃഷ്ടിപ്പിലായിരിക്കും വല്ല കുറ്റവും കുറവും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ പടപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, മാറി മാറി നോക്കിക്കോളൂ. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? നിങ്ങൾക്ക് അവിടെ വല്ല ഫഹൽ തറാമിൻ ഫുതൂർ സുമ്മർജിൽ ബസറ കറതൈനി യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. നിങ്ങൾ നോക്കിക്കോ, ആകാശത്തേക്ക് നോക്കിക്കോ. അത് കേവലം നമ്മുടെ ഈ കണ്ണുകൊണ്ടുള്ള നോട്ടമല്ല. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വാനനിരീക്ഷണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരോ ശാസ്ത്രജ്ഞന്മാരോ വന്നാലും ഈ വെല്ലുവിളി വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോ, പരിശോധിച്ചോ. പടച്ചതമ്പുരാന്റെ സൃഷ്ടിപ്പിൽ വല്ല ന്യൂനതയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാകുമോ? ആവർത്തിച്ച് പരിശോധിച്ച് പരിശോധകന്റെ കണ്ണ് കിഴക്കുകയല്ലാതെ, പരിശോധകന്റെ സമയം പാഴാവുകയല്ലാതെ, അതിങ്ങോട്ട് മടങ്ങി വരുന്നു പരാജയപ്പെട്ട് എന്നതല്ലാതെ അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ പോരായ്മ കണ്ടുപിടിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് അല്ലാഹു വെല്ലുവിളിച്ചിരിക്കുന്നു. അതാ അല്ലാഹു, അവൻ എല്ലാ പോരായ്മയിൽ നിന്നും ശുദ്ധനാണ്. എന്റെ നാഥൻ ഖുദ്ദൂസാണ്. ആ ഖുദ്ദൂസിന്റെ അടിമ അബ്ദാണ് ഞാൻ, പരമപരിശുദ്ധനാണ്. അതുകൊണ്ട് എന്റെ റബ്ബിനെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്റെ റബ്ബിന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തൊരു വർത്തമാനം പറയാൻ പാടില്ല. എന്റെ നാഥന് ഏതെങ്കിലും നിലക്ക് അഴിബുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം ഞാൻ സമ്മതിക്കില്ല. ഇതാ നമ്മുടെ അഖീദ. അതിനാ അള്ളാഹുവിന്റെ ഈ നാമത്തിന്റെ ആശയം നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്നത്. ഇനിയോ അടുത്ത പേര് വിശദീകരിക്കുന്നത് അൽ ഖുദ്ദൂസ് അസ്സലാം, الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. ഒരുമിച്ച് അല്ലാഹു സൂറത്തുൽ ഹശ്റിൽ കുറെ പേരെണ്ണിയിട്ടുണ്ട്. അത്തർതീബിലൂടെയാണ് വിശദീകരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് അസ്സലാം. സൂറത്തുൽ ഹശ്റിലെ 23-ാമത്തെ ആയത്തിൽ ഒരൊറ്റ തവണയാണ് ഈ അസ്സലാം എന്ന പ്രയോഗം അല്ലാഹുവിന്റെ ഇസ്മായി, അല്ലാഹുവിന്റെ നാമമായി
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നത്. എന്താണ് സലാം എന്ന് പറഞ്ഞാൽ? രക്ഷ. രക്ഷ രക്ഷ എന്ന് പറഞ്ഞാലോ, അല്ലാഹു സകല രൂപത്തിലുള്ള കെടുതലുകളിൽ നിന്നും അഥവാ ആപത്തുകളിൽ നിന്നും സുരക്ഷിതനാണ്, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവനുമാണ്. അതാണ് സലാം. പടച്ചോന് എല്ലാ നിലക്കും രക്ഷപ്പെട്ടവനാണ്. അവന് യാതൊരാളുടെ രക്ഷ ഇനി ആവശ്യമില്ല. മറ്റുള്ളവർക്കൊക്കെ രക്ഷ വിതരണം ചെയ്യുന്ന സലാമിന്റെ ഉടമയും അവനാകുന്നു. ഇതാണ് അസ്സലാം. ആ രക്ഷയുടെ അടിമയായ അബ്ദാണ് ഞാൻ. അതാണ് അബ്ദുസ്സലാം. അബ്ദുസ്സലാം. എല്ലാ അസ്മാഉൽ ഹുസ്നകൾക്കും അബ്ദു ചേർത്ത് പേരിടാൻ ഏറ്റവും അതാണ് അനുയോജ്യമായ രീതി. നിങ്ങൾ നോക്കൂ, എന്താണ് അസ്സലാം എന്നതിന്റെ ആശയം പണ്ഡിതന്മാർ വിശദീകരിക്കട്ടെ. അസ്സലാം എന്ന് പറയുന്നതിന് നമുക്ക് വളരെ വ്യക്തമായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അസ്സലാം ഐ മിൻ ജമീഇൽ ഉയൂബി വന്നഖായിസി ലികമാലിഹി ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി. അസ്സലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു രക്ഷപ്പെട്ടവനാണ്. മിൻ ജമീഇൽ ഉയൂബി, എല്ലാ ന്യൂനതകളിൽ നിന്നും, വന്നഖായിസി, പോരായ്മകളിൽ നിന്നും. എന്താ കാരണം? ലികമാലിഹി, അവൻ സമ്പൂർണനാണ്. ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി, അവന്റെ ദാത്തിലും അവന്റെ വിശേഷണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ സമ്പൂർണനാണ്. അത് എല്ലാ നിലക്കും അവന് മാത്രമുള്ളൊരു സംഗതിയാണ്. അതാണ് വഹുവസ്സലാമു അലൽ ഹഖീഖതി സാലിമു മിൻ കുല്ലി തംസീലിൻ വമിൻ നുഖ്സാനി. വഹുവസ്സലാമു, അവൻ സലാമാണ്, അവൻ മാത്രമാണ് അസ്സലാം എന്ന് പറയാൻ പറ്റിയവൻ. അലൽ ഹഖീഖതി, യഥാർത്ഥത്തിൽ, സാലിമുൻ, അവൻ മാത്രമാണ് സുരക്ഷിതനായവൻ. മിൻ കുല്ലി തംസീലിൻ വമിൻ നുഖ്സാനി, എല്ലാ പോരായ്മകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റൊന്നിനോട് ഉപമിക്കുന്നതിൽ നിന്നും മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തുന്നതിൽ നിന്നും മറ്റൊന്നിനെ പോലെ എന്ന് പറയുന്നതിൽ നിന്നുമൊക്കെ പരിശുദ്ധനായ, ഏതാണ്ട് ഖുദ്ദൂസ് എന്ന് പറയുന്നതിന്റെ ആശയത്തോട് യോജിച്ചു നിൽക്കുന്നു. അസ്സലാം, സലാമാണവൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി അവനെപ്പറ്റി അസ്സലാം എന്ന് പ്രയോഗിച്ചു. നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് അല്ലാഹു തന്നെ അഭിവാദ്യം നൽകുകയാണ്. സലാം, സലാം. സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന അഭിവാദ്യം സലാം ഖൗലം മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീൻ അല്ലാഹു പറഞ്ഞല്ലോ, സലാം, ശാന്തി, അത് ഖൗലം മിർ റബ്ബിർ റഹീം, കരുണാനിധിയായ റബ്ബിങ്കൽ നിന്ന് കിട്ടുന്ന അഭിവാദ്യം അതത്രേ. സലാം, അവന്റെ പേര് തന്നെ. അവൻ ആ ശാന്തി വിതരണം ചെയ്യുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം തഹിയ്യതുഹും ഫീഹാ സലാം. അതുപോലെ മറ്റൊരു സൂറത്തിൽ കാണാം, തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം വഅഅദ്ദ ലഹും അജ്റൻ കരീമാ. വിശ്വാസികളായ മുഴുവൻ മുഅ്മിനുകൾക്കും സ്വർഗീയാരാമത്തിൽ അവർക്ക് കിട്ടുന്ന അഭിവാദ്യം, പടച്ച തമ്പുരാനെ അവർ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അവർക്ക് കിട്ടുന്ന അഭിവാദ്യം സലാം വഅഅദ്ദ ലഹും അജ്റൻ കരീമാ. നല്ല ആശ്വാസത്തിന്റെ, അനുമോദനത്തിന്റെ ഈ സുവിശേഷം കേൾക്കുന്നതോടൊപ്പം അവർക്ക് മാന്യമായ ഒരുപാട് എല്ലാ രൂപത്തിലുള്ള പ്രതിഫലങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ പേരെന്ന ദാറുസ്സലാം എന്നാണ്. ദാറുസ്സലാം. എന്താ ദാറുസ്സലാം? രക്ഷപ്പെട്ട വീടാണത്. പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്, ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സുരക്ഷിതമാണ് സ്വർഗം. മിനൽ മൗതി വൽ മറളി വസായിരിൽ ആഫാതി. സ്വർഗത്തിൽ കയറിയാ പിന്നെ മരണം പേടിക്കണ്ട, പിന്നെ രോഗിയാകുന്ന പ്രശ്നമില്ല, ഏതെങ്കിലും നിലക്കൊരു ആപത്തുണ്ടാകുമോ എന്ന് പ്രശ്നമില്ല, ദുരന്തങ്ങളില്ല, ദുരിതങ്ങളില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. എല്ലാ നിലക്കും സുരക്ഷിതമായ ഭവനം അതൊന്നു മാത്രമേയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികൾക്ക് കിട്ടാനുള്ള സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ ദാറുസ്സലാമുണ്ട്, രക്ഷയുടെ നികേതനുണ്ട്, ശാന്തി നികേതനുണ്ട്, രക്ഷയുടെ ഭവനമുണ്ട്. ആ രക്ഷയുടെ ഭവനത്തിലേക്കാണ് വിശ്വാസികളെ അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരു നിലക്കുള്ള പോരായ്മയില്ലാത്ത, എല്ലാ അപകടത്തുനിന്നും ആപത്തുനിന്നും, കൊടുങ്കാറ്റുമില്ല അവിടെ, വെള്ളപ്പൊക്കമല്ല അവിടെ, രോഗമല്ല, അസുഖമല്ല, ഒന്നുമില്ല.
ഒന്നുമില്ല, അവിടെ സുഖം മാത്രമാണ്. സലാം, എവിടെ തിരിഞ്ഞാലും സമാധാനത്തിന്റെ, ശാന്തിയുടെ, ആ ശാന്തി എല്ലാവർക്കും വിതരണം ചെയ്യുന്ന അവനാണ് സലാം. അവന് മാത്രമേ അതിന് കഴിയൂ. വേറുള്ളവർക്കൊക്കെ അവനിൽ നിന്ന് സലാം ആവശ്യമാണ്. അള്ളാഹുവിന് അത് ആവശ്യമില്ല. എല്ലാ അമ്പിയാക്കൾക്ക് മുഴുവനും അതവൻ അറിയിച്ചിട്ടുണ്ട്. ശുദ്ധ ഖുർആൻ അവരൊക്കെ ആദരിക്കാൻ വേണ്ടി അള്ളാഹ് തന്നെ പ്രത്യേകം ചിലരെ പേരെടുത്ത് പറയുന്നുണ്ട്. സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, ലോകരുടെ കൂട്ടത്തിൽ ഇതാ നൂഹിന് പ്രത്യേകം സലാം. സലാമുൻ അലാ ഇബ്രാഹീം, അതുപോലെ തന്നെ സലാമുൻ അലാ മൂസാ വ ഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ. പിന്നെ മൊത്തത്തിൽ അല്ലാഹ് പറയുന്നു വസലാമുൻ അലൽ മുർസലീൻ. അവന്റെ സലാം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അവന്റെ രക്ഷ. അപ്പൊ പടച്ചോനെ നീയാണ് സലാം എന്ന് പറയുമ്പോ സർവ സുരക്ഷിതത്വത്തിന്റെയും കേന്ദ്രം നീയാണ്. നിന്നിൽ നിന്നേ ഞാൻ രക്ഷ തേടൂ. നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. വളരെ കൃത്യമായി വിശ്വാസി അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ നിലക്ക് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്തവന്റെ സർവദാസന്മാരുടെ പേരും അവൻ ആ സുരക്ഷിതത്വത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശം അറിയിച്ചിരിക്കുകയാണ്. എല്ലാ രക്ഷയും അള്ളാഹുവിങ്കൽ നിന്ന് വേണം. എന്നാൽ അവന് ആരുടെയും രക്ഷ ആവശ്യമില്ല. പടച്ചവൻ ആരെങ്കിലും രക്ഷിക്കണോ? ആരെങ്കിലും എന്തെങ്കിലും രക്ഷ കിട്ടിയിട്ട് വേണോ? അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് രക്ഷ അവനാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ തശഹുദ് നിർവഹിക്കുന്നു. തശഹുദ് നിർവഹിക്കുമ്പോ നിങ്ങളതിന്റെ രൂപം പരിശോധിച്ച് നോക്കിയിട്ടില്ലേ? നമ്മൾ തശഹുദ് നിർവഹിക്കുമ്പോ എല്ലാ ആൾക്കാർക്കും വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി തേടുന്നുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി തേടുന്നില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, കുന്നാ നസല്ലി ഖൽഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനഖൂലു അസ്സലാമു അലല്ലാഹ്. فقال النبي صلى الله عليه وسلم إن الله هو السلام ولكن قولوا التحيات لله والصلوات والطيبات السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. തഹിയാത്തിന്റെ വേറൊരു രൂപമാണിത്. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാണ്. തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ല, അതൊരു വേറൊരു മോഡലാണ്. അതിന്റെ അവസാന ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ്. ഇത് അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു, അതിന്റെ അവസാന ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. രണ്ടും റസൂലിനെ ചൊല്ലിയതാണ്. രണ്ടും നമ്മൾക്ക് അറിയണം, മാറിയും ചൊല്ലണം. നമ്മുടെ വകയായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് ഒറ്റയടിക്ക് പാസാക്കാനും പാടില്ല. ഓരോ സമയത്ത് പ്രവാചകൻ വ്യത്യസ്ത രീതിയിൽ ചൊല്ലിയത് നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ ചൊല്ലുക, സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ അവിടെ വിഷയം എന്താണ്? സ്വഹാബിമാര് പറയാണ്, ഞങ്ങൾ ഈ തുടക്കത്തിൽ ആദ്യകാലത്ത് ഈ നിയമം ഞങ്ങൾക്ക് റസൂല് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അസ്സലാമു അലല്ലാഹ് എന്ന് പറയലുണ്ട്. ആ അള്ളാഹുടെ പേരിലും സലാം ഉണ്ടാവട്ടെ. സലാം പറയാം, അള്ളാഹ്ക്കൊരു സലാം, അള്ളാഹുവിനൊരു സലാം പറയുന്ന പരിപാടി ഞങ്ങൾ നിസ്കാരത്തിലുണ്ടായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹ്ക്ക് എന്തിനാണോ നമ്മുടെ സലാം? ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹ് തന്നെയും സലാം അല്ലയോ, അള്ളാഹു തന്നെയാണ് രക്ഷ. അതുകൊണ്ട് നിങ്ങൾ അത്തഹിയാത്ത് ചൊല്ലുമ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അള്ളാഹു കഴിച്ചാൽ പിന്നെ മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠനായി കരുതുന്നത് അള്ളാഹുവിന്റെ റസൂലാണല്ലോ. ആ റസൂലിനും അള്ളാഹുവിന്റെ രക്ഷ കിട്ടിയേ മതിയാകൂ. അതുകൊണ്ട് അവിടെ മുതൽക്ക് തുടങ്ങിക്കോ. അള്ളാഹു ഒഴികെ എല്ലാ ആളുകൾക്കും അള്ളാഹുവിങ്കിൽ നിന്ന് രക്ഷ ആവശ്യമാണ്. അതുകൊണ്ട് തേടിക്കോ, റസൂലുള്ളാഹിക്ക് വേണ്ടി രക്ഷക്ക് തേടിക്കോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്തു. പിന്നെ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾക്കും വേണ്ടേ അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ രക്ഷയുണ്ടാകണേ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ സർവ്വ അടിമകൾക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നുണ്ട്. നമ്മളറിയുന്നില്ല. നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത്തഹിയാത്തിനാണ്ട് ഇരിക്കലും അത്തഹിയാത്തുന്ന് തുടങ്ങലും മസീദ് ദജ്ജാലിൽ സ്റ്റോപ്പ് ചെയ്യലും സലാം വലത്തോട്ട് ഇടത്തോട്ട് നീക്കലും എഴുന്നു ഓടലും പരിപാടി കഴിഞ്ഞു. നമ്മളതിന്റെ ആശയം അറിഞ്ഞില്ല, എന്താ പറഞ്ഞൊന്നും തിരിഞ്ഞില്ല. പലപ്പോഴും ഇമാമ് മുമ്പിൽ ഉണ്ടാവുകൊണ്ട് വലിയ സൗകര്യമാണ്, കാര്യമായിട്ടൊന്നും ആലോചിക്കാനില്ല. മൂപ്പരത്തോട് സലാം കൂട്ടുമ്പോൾ നമ്മളും വീട്ടിലാണ്.
എന്തായാലും അങ്ങനെ പോരാനാണ് ഞാൻ വിശദീകരിക്കുന്നത്. എന്നോട് നിങ്ങളോടും പറയണം, നമ്മൾ ഈ ആശയമൊക്കെ അറിഞ്ഞിട്ടൊന്ന് പറയണം. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് മാത്രമാണ് ഇവിടെ സലാം ആവശ്യമില്ലാത്തവർ എല്ലാവർക്കും പറയണം. ലോകം കണ്ട ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും നാം സലാം പറയണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി, നിങ്ങൾ ആ പ്രവാചകന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ സലാമും പറയണേ. സലാം പറയുന്നത് പ്രാർത്ഥനയാണത്, പ്രാർത്ഥനയാണ്. ഈ അങ്ങക്ക് രക്ഷ ഉണ്ടാവട്ടെ, സാധാരണ നമ്മൾ പറയുന്നൊരു പ്രാർത്ഥനയാണത്. അപ്പോ സലാം എന്ന് പറയുന്ന പ്രയോഗം അത് അള്ളാഹുവിന് ആവശ്യമല്ല. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, എന്താ? ഇന്നല്ലാഹ ഖദിഉ ഖദീജത്തസ്സലാം, അല്ലാഹ് ഖദീജക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ വിവരമൊന്ന് അറിയിക്കണം. ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറയാണ്, അല്ലാഹുടെ സലാമുണ്ട് ഖദീജ ബീവിക്ക്. നോക്കണം, വാനലോകത്തിന്റെ ആകാശത്തിന്റെയും മുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ രാജാതിരാജനായ റബ്ബിന്റെ സലാം കിട്ടിയ മഹദിയാണ് ഖദീജത്തുൽ കുബ്ര. ഖദീജത്ത് റളിയല്ലാഹു തആല അൻഹയോട് സലാം പറയാൻ റബ്ബ് പറഞ്ഞയച്ചിരിക്കുന്നു, ജിബ്രീലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വിവരം റസൂലുള്ള ജിബ്രീലിന്റെ വാക്ക് കേട്ടപ്പോ ആ ഖദീജത്ത് റളിയല്ലാഹു തആല അൻഹയുടെ സമീപത്ത് വന്ന് ചെന്നപ്പോ മഹദിയായ ഖദീജ ബീവി സലാം മടക്കിയത് കേൾക്കണോ? ഖാലത്തി ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക യാ റസൂലല്ലാഹ് അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടോ അവരുടെ വിജ്ഞാനത്തിന്റെ പവർ. അവരൊരിക്കലും സലാം കിട്ടുമെന്നാ അല്ലാഹ് സലാം പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ എന്നാ വഅലൈക്കും അസ്സലാം, പഠിച്ചവനെ അങ്ങോട്ടൊരു സലാം അവര് പറഞ്ഞില്ല. അവരെന്താ പറഞ്ഞത്? വളരെ കൃത്യമായിട്ടാ പറഞ്ഞത്, ഇന്നല്ലാഹ ഹുവസ്സലാം. അള്ളാഹിന്റെ മറുപടി ആവശ്യമല്ല, അല്ലാഹു സലാമാണ്. പിന്നെയോ ഇതെന്നെ അറിയിക്കാൻ പറഞ്ഞൊരാളില്ലേ, വഅലാ ജിബ്രീൽ അസ്സലാം, ജിബ്രീലിന് അല്ലാഹുവിന്റെ രക്ഷ വേണം, ജിബ്രീലിനും സലാം. ഇതെന്നെ ഏൽപ്പിച്ചിട്ട് അത് ഏൽപ്പിക്കപ്പെട്ട കാര്യം എനിക്കറിയിച്ചത് നബിയെ അങ്ങയല്ലയോ? അതുകൊണ്ട് വഅലൈക യാ റസൂലല്ലാഹ് അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ഡിതന്മാര് പറയുന്നത് നോക്കൂ, ഈ ചരിത്രത്തിൽ മഹദിയുടെ അറിവിന്റെ അപാരതയ്ക്ക് തെളിവുണ്ട്. കാരണം അവർ ഒരിക്കലും റബ്ബിന് സലാം പറയാൻ വഅലൈഹിസ്സലാം എന്ന് പറഞ്ഞില്ല, അള്ളാഹു അങ്ങോട്ടും സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. അത് അവരുടെ മഹത്വമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതിൽ വേറൊരു കാര്യം പഠിക്കണം. ഒരാൾ നമുക്ക് സലാം പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയല്? നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട് എന്നാ പറയാ. അപ്പൊ നമ്മള് സലാം പറഞ്ഞില്ലേ, ആയിക്കോട്ടെ ഉണ്ടാതൊക്കെ നമ്മള്. അല്ല, നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് അസ്സലാം വലൈക്കും, പറഞ്ഞോ, എന്താ മൂപ്പര അസ്ഥാനം? അങ്ങനെയല്ല പറയേണ്ടത്. ഇതാ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആൾക്കും കൊടുക്കണം, അപ്പുറത്തുള്ള ആൾക്കും കൊടുക്കണം. വഅലൈക വഅലൈഹിസ്സലാം, ആ സലാം എന്ന് അറിയിച്ച താങ്കൾക്കും അത് പറഞ്ഞേച്ച ആ മഹാനായ വ്യക്തിത്വത്തിനും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വഅലൈക വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാ ഖദീജ ബീവി പഠിപ്പിച്ചതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തില്ലേ? അതാണ് സലാം കിട്ടിയ, അല്ലാതെ മിണ്ടാതെ കൊടുക്കണം. അങ്ങോട്ടും സലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഉണ്ട്, എന്താ അങ്ങോട്ടും ഉണ്ട്? അതല്ല മാന്യത, അതല്ല ഇസ്ലാമികമായ സമ്പ്രദായം. അപ്പോ പടച്ച തമ്പുരാന്റെ മാത്രം ആ നിലക്കുള്ള പ്രത്യേകതയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രമാണ് നമുക്ക് രക്ഷ ആവശ്യമില്ലാത്തത്. വേറുള്ളവരൊക്കെ അതാ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ നമ്മൾ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, അൻതസ്സലാം, നീയാണ് രക്ഷ, വമിൻകസ്സലാം, നിന്നിൽ നിന്ന് മാത്രമാണ് രക്ഷ, നിന്നിൽ നിന്ന് മാത്രമാണ് രക്ഷ, നീയാണ് രക്ഷ. മറ്റൊരാൾക്ക് എന്നെ ആത്യന്തികമായി രക്ഷപ്പെടുത്താൻ കഴിയുള്ളവനല്ല, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് ഞാൻ രക്ഷ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ലോകത്തെല്ലാവരും അബ്ദുസ്സലാമാണ്, സലാം അല്ലാഹ് മാത്രമേ ഉള്ളൂ, സലാം അല്ലാഹ് മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവറാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ ആ സമാധാനം എല്ലാവർക്കും അവൻ സമാധാനം രക്ഷ നൽകുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞു, എന്റെ ആ നാമത്തിന്റെ ആശയം നിങ്ങൾ, രക്ഷയുടേതായ സുവിശേഷം നിങ്ങൾ കാണുന്നവരോടൊക്കെ പറഞ്ഞോ. സലാമുൻ അലാമൻ അറഫ്താവമല്ലം തഅരിഫ്, പരിചയമുള്ളവനോടും ഇല്ലാത്തവനോടൊക്കെ നീ പറഞ്ഞോ. എന്താ ഇതിന്റെ പോലീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തദ്ഖുലൂനൽ ജന്ന
നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. വലാ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളും ആവുകയില്ല. ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹം വെക്കുന്നത് വരെ. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു, നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ തഹാബബ്തും, നിങ്ങൾക്ക് തമ്മിൽ വലിയ സ്നേഹമുണ്ടാകും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണേ. സലാം പ്രചരിപ്പിക്കണം എന്നാണ്. സലാം പ്രചരിപ്പിക്കുക, സലാം ധാര നിർഭാരം പിശുക്കില്ലാതെ സലാം പറയുക. അസ്സലാമു അലൈക്കും, ഒരു ശാന്തി സമാധാനം. അള്ളാന്റെ അടുക്കുന്ന എനിക്ക് ശാന്തി ഉണ്ടാവട്ടെ. ഈ ലോകം കൊതിക്കുകയാണ് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി. അതുകൊണ്ട് ആരോടും, ഏത് മൂടില്ലാത്ത മനുഷ്യനോടും ഏത് സമയത്തും കയറി ചെന്ന് അടിച്ചു പറയാവുന്ന ഒരു സാധനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേറുള്ള അഭിവാദ്യ വചനങ്ങൾ വരാൻ പറ്റുമോ? ഒരുത്തൻ രാവിലെ തന്നെ വളരെ വിഷമിച്ചവന്റെ കാശൊക്കെ പോയിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു ഭാഗത്ത് തലയും തൂക്കിച്ചിട്ട്, അപ്പൊ അവനോട് പറയാം ഗുഡ് മോർണിംഗ്. നല്ല മോർണിംഗ് അവന് അല്ലേ, അവനിപ്പോ നല്ല മോർണിംഗിലാ അല്ലെ, നല്ല മൂഡിലല്ലേ. എല്ലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു നോക്കി, ആ ശാന്തി ഉണ്ടാവട്ടെ, രക്ഷ ഉണ്ടാവട്ടെ. ഓ, എവിടെയും പറഞ്ഞൂടെ? മരിച്ച വീട്ടിൽ കയറി ചെന്നിട്ടും പറയാ, എവിടെയും പറയാം അസ്സലാമു അലൈക്കും. ഏത് സമയം നോക്കേണ്ടതില്ല. അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഒക്കെ പലതും പല അവസരങ്ങളിൽ ഇവന്റെ നൈറ്റ് നല്ലതാണോ അല്ല ആരാവ് തീരുമാനിക്കാൻ. മറിച്ച് അസ്സലാമു അലൈക്കും, റബ്ബ് അവന്റെ ശാന്തി, അവന്റെ സമാധാനം ഇതാ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന ശക്തമായ പടച്ചതമ്പുരാന്റെ ആ സലാമിലുള്ള, അവന്റെ സുരക്ഷിതത്വത്തിലുള്ള, അവനിൽ നിന്നുള്ള രക്ഷയെ മോഹിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആശംസിച്ചുകൊണ്ട് അവനെ അത് പ്രാർത്ഥിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഈ അസ്സലാം എന്ന ഈ നാമം, ആ നാമം ഉൾക്കൊള്ളുന്ന ആശയം കൂടിയാണ് സുഹൃത്തുക്കളെ നാം നമ്മുടെ സലാമിലൂടെ, അഭിവാദ്യ പ്രകടനത്തിലൂടെ, വിവാദനങ്ങളിലൂടെ നാം ഉറക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്ന് അൽ മലിക്, അൽ മാലിക്, അൽ മലീക്, അതുപോലെ തന്നെ അൽ ഖുദ്ദൂസ്, അതുപോലെ തന്നെ അസ്സലാം. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നാമങ്ങൾ ഇനിയും നമുക്ക് സൗകര്യം പോലെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ അറിയുന്നതിലൂടെ അവനെ കൂടുതൽ അറിയാനും, അവനെ സ്നേഹിക്കാനും, അവന്റെ കൽപ്പനകൾ അനുസരിക്കാനും, അവനെ ഭയപ്പെടാനും, അവന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.